ഫീമെയിൽ അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസർ പരീക്ഷ എഴുതുന്ന നമ്മുടെ കൂട്ടുകാരികൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മോഡൽ ക്വസ്റ്റ്യൻസ് ഒന്നാമത്തെ മോഡൽ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഒന്ന് കാണാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഒന്നാമത്തെ എന്താണ്? 1862 മുതൽ 63 കാലഘട്ടത്തിൽ ആര് ദിവാനായിരുന്ന കാലത്താണ് തിരുവിതാംകൂർ സംസ്ഥാനത്തെ ജയിലുകളുടെ ആദ്യ ഭരണ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്? നല്ലൊരു ചോദ്യമാണ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യം കൂടിയാണ്. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ? എന്താണ്? 1862-63 കാലഘട്ടത്തിൽ ആര് ദിവാനായിരുന്ന കാലത്താണ് തിരുവിതാംകൂർ സംസ്ഥാനത്തെ ജയിലുകളുടെ ആദ്യ ഭരണ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്? ഇത് നമ്മൾ കാണാപ്പാഠം പഠിച്ചതാണ്. അതായത് നമ്മൾ ആദ്യ ക്ലാസ്സിൽ നമ്മളിത് പഠിച്ചതാണ്. എന്താണ് ആൻസർ? ഏതാണ്? ടി മാധവറാവു. ടി മാധവറാവു ആണ് തിരുവിതാംകൂർ സംസ്ഥാനത്തെ ജയിലുകളുടെ ആദ്യ ഭരണ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച ദിവാൻ. ആരാണ്? ടി മാധവറാവു. മറക്കരുതേ, പരീക്ഷയ്ക്ക് ചോദിക്കും. അടുത്ത ചോദ്യം. കേരള പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് ആക്ട് 2010 സെക്ഷൻ 2 പ്രകാരം പ്രായപൂർത്തിയായ തടവുകാരൻ എന്നാൽ ആരാണെന്നുള്ളതാണ് വെച്ചിരുന്നത്. അപ്പം എന്താണ് കേരള പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് ആക്ട് 2010 പ്രകാരം 10 സെക്ഷൻ 2 പ്രകാരം പ്രായപൂർത്തിയായ തടവുകാരൻ. നോട്ട് ചെയ്തോണേ, പ്രായപൂർത്തിയായ തടവുകാരൻ. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. 18 വയസ്സ് പൂർത്തിയായ ഏതെങ്കിലും തടവുകാരൻ. നമ്മൾ നോക്കും, പ്രായപൂർത്തിയാവാൻ 18 വയസ്സ് മതി. പക്ഷേ പ്രായപൂർത്തിയായ തടവുകാരനാവാൻ 18 വയസ്സ് വേണോ? വേണ്ട. അപ്പം അതുപോലെ തന്നെ 18 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള ഏതെങ്കിലും തടവുകാരൻ, അതും ഓപ്ഷനിൽ വരില്ല. അതുപോലെ തന്നെ 20 വയസ്സ് പൂർത്തിയായ തടവുകാരൻ, അതും വരില്ല. പിന്നെ എന്താണ്? 21 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള ഏതെങ്കിലും തടവുകാരനെയാണ് സെക്ഷൻ 2 പ്രകാരം എന്താണ് പ്രായപൂർത്തിയായ തടവുകാരൻ എന്ന് പറയുന്നത്. അപ്പോൾ പഠിച്ചു വെച്ചോളൂ, പരീക്ഷയ്ക്ക് ചോദിക്കും. കേരള പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് ആക്ട് പ്രകാരം ആക്ടിലെ സെക്ഷൻ 2 പ്രകാരം പ്രായപൂർത്തിയായ തടവുകാരൻ ആരാണ്? 21 വയസ്സ്. നോട്ട് ചെയ്തോണേ, 21 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള ഏതെങ്കിലും തടവുകാരനെയാണ് പ്രായപൂർത്തിയായ തടവുകാരൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? അടുത്ത ചോദ്യം. തന്നിരിക്കുന്നവയിൽ ഏത് ജില്ലയിലാണ് ജില്ലാ ജയിൽ ഇല്ലാത്തത്? ജില്ലാ ജയിൽ ഇല്ലാത്തത് ഏതാണ്? വയനാട് ഉണ്ടല്ലോ, വയനാട് ജില്ലാ ജയിലുണ്ടല്ലോ, നമ്മൾ പഠിച്ചതാണ്. വയനാട്ടിലെ ജില്ലാ ജയിലാണ് മാനന്തവാടിയാണ്. കാസർഗോഡും ജില്ലാ ജയിലുണ്ട്. അതുപോലെ തന്നെ ഇടുക്കിയിലും ജില്ലാ ജയിലുണ്ട്. അപ്പോൾ ജില്ലാ ജയിൽ ഇല്ലാത്ത ജില്ല ഏതാണ്? മലപ്പുറത്താണ് ജില്ലാ ജയിൽ ഇല്ലാത്തത് കേട്ടോ. അപ്പോൾ പഠിച്ചു വെച്ചോളൂ, ഏത് ജില്ലയിലാണ് ജില്ലാ ജയിൽ ഇല്ലാത്തതെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. ഏത് ജില്ലയിലാണ് ഇല്ലാത്തത്? മലപ്പുറം ജില്ലയിലാണ് ജില്ലാ ജയിൽ ഇല്ലാത്തത്. അതുപോലെ തന്നെ കേരളത്തിലെ ആകെ ജില്ലാ ജയിലുകളുടെ എണ്ണം പരീക്ഷയ്ക്ക് ചോദിക്കും. ആകെ ടോട്ടൽ 13 ജില്ലാ ജയിലുകളാണുള്ളത്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. 13 ജില്ലാ ജയിലുകളാണ് കേരളത്തിൽ ആകെ ഉള്ളത്. അപ്പോൾ മലപ്പുറം അങ്ങ് മൈനസ് ചെയ്താൽ മതി കേട്ടോ. അപ്പം ജില്ലാ ജയിലുകളില്ലാത്ത ജില്ല ഏതാണ്? മലപ്പുറം. ടോട്ടൽ 13 ജില്ലാ ജയിലുകളാണ് ഉള്ളത് നിലവിൽ. അടുത്ത ചോദ്യം. കേരളത്തിലെ സ്പെഷ്യൽ സബ് ജയിലുകളിൽ എത്ര കാലം വരെ ശിക്ഷിക്കപ്പെടുന്ന തടവുകാരെയും റിമാൻഡ് വിചാരണ തടവുകാരെയുമാണ് പാർപ്പിക്കുന്നത്? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. കേരളത്തിലെ സ്പെഷ്യൽ സബ് ജയിലുകളിൽ എത്ര കാലം വരെ ശിക്ഷിക്കപ്പെട്ട തടവുകാരെയും അഥവാ റിമാൻഡ് വിചാരണ തടവുകാരെയുമാണ് പാർപ്പിക്കുന്നത്? നമ്മളിത് പഠിച്ചതാണ്, നമ്മൾ ക്ലാസ്സിൽ പഠിച്ചതാണ്. എത്ര മാസമാണ്? 3 മാസം വരെ. അപ്പം 3 മാസം വരെ ശിക്ഷയ്ക്ക് വിധിച്ചവരെയും അതുപോലെ ശിക്ഷിക്കപ്പെട്ട തടവുകാരെയും 3 മാസം വരെ ശിക്ഷിക്കപ്പെട്ട തടവുകാരെയും അതുപോലെ റിമാൻഡ് വിചാരണ തടവുകാരെയും ഒക്കെയാണ് സ്പെഷ്യൽ സബ് ജയിലുകളിൽ പാർപ്പിക്കുന്നത്. അപ്പോൾ പഠിച്ചു വെച്ചോണേ, കേരളത്തിലെ സ്പെഷ്യൽ സബ് ജയിലുകളിൽ എത്ര കാലം വരെ ശിക്ഷിക്കപ്പെട്ട തടവുകാരെയും റിമാൻഡ് വിചാരണ തടവുകാരെയുമാണ് പാർപ്പിക്കുന്നത്? 3 മാസം വരെ ശിക്ഷിക്കപ്പെട്ട തടവുകാരെയാണ്. ക്ലിയർ ആണ്? അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിൽ നിലവിൽ എത്ര സബ് ജയിലുകളാണുള്ളത്? നല്ലൊരു ചോദ്യമാണ്. കേരളത്തിൽ നിലവിൽ എത്ര സബ് ജയിലുകൾ ഉള്ളതാണ് നമ്മൾ പഠിച്ചതാണ്. 16 സബ് ജയിലുകളാണുള്ളത് കേട്ടോ. 16 സബ് ജയിലുകൾ. അപ്പോൾ പഠിച്ചു വെച്ചോണം, കേരളത്തിൽ 16 സബ് ജയിലുകളും 13 ജില്ലാ ജയിലുകളുമാണ്. രണ്ടും തമ്മിൽ തിരിഞ്ഞു പോയാൽ കേരളത്തിൽ നിലവിൽ 16 സബ് ജയിലുകളാണ്. 16 സബ് ജയിലുകളും 13 ജില്ലാ ജയിലുകളുമാണ്. 16 സബ് ജയിലുകളും 13 ജില്ലാ ജയിലുകളുമാണ്. രണ്ടും തമ്മിൽ തിരിഞ്ഞു പോകരുതേ.
അടുത്ത ചോദ്യം, നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനാണ്. നമ്മൾ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ. അടുത്ത ചോദ്യം നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിലെ അംഗങ്ങളിൽ ഉൾപ്പെടുന്നവർ ആരെല്ലാം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ എന്താണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിലെ അംഗങ്ങളിൽ ഉൾപ്പെടുന്നവരാരൊക്കെയാണെന്നുള്ളത് നോക്കാം. നമുക്ക് ഓപ്ഷൻസ് വെച്ച് നോക്കാം. ലോകസഭാ സ്പീക്കർ ഉൾപ്പെടുമോ? ഉൾപ്പെടും. ലോകസഭാ സ്പീക്കർ ഉൾപ്പെടും. ലോകസഭാ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടും. രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടും. അതുപോലെ തന്നെ രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാനും ഉൾപ്പെടും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തോ ഓപ്ഷൻ ഡി ആണ്. 1, 2, 3, 4 കേട്ടോ. 1, 2, 3, 4 എല്ലാ ഈ പറഞ്ഞവരെ ഈ ഓപ്ഷൻ തന്നിട്ടുള്ള എല്ലാവരും ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഒന്ന് പഠിച്ചു വെക്കണം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിൽ അംഗങ്ങളിൽ ഉൾപ്പെടുന്നവർ ആരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയണം. ആ കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് വരുന്നത് പ്രധാനമന്ത്രിയാണ്. കമ്മിറ്റി ചെയർമാൻ ആരാണ്? പ്രധാനമന്ത്രിയാണ്. രണ്ടാമത്തെ ആൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാണ്. അതിനുശേഷം ലോകസഭാ സ്പീക്കർ, ലോകസഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ എന്നിവർ ഇത്രയും പേര് ചേർന്നാണ്, അതായത് ഇത്ര 6 പേര് ചേർന്നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിൽ ഉള്ളത്. ക്ലിയർ ആണ്? അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർപേഴ്സൻ്റെയും അംഗങ്ങളുടെയും കാലാവധി ജോലിയിൽ പ്രവേശിച്ചത് മുതൽ എത്ര, അതായത് ഡാഷ് വർഷത്തേക്കോ 70 വയസ്സ് പൂർത്തിയാക്കുന്നത് വരെയോ ഇവയിൽ ഏതാണ് ആദ്യം അതാണെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? അപ്പോൾ എത്ര വർഷം വരെ സെർവ് ചെയ്യാം എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. എന്താണ്? 3 വർഷം വരെയാണ് കേട്ടോ. 3 വർഷം വരെയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർപേഴ്സൻ്റെ അംഗങ്ങളുടെ കാലാവധി. എത്ര വർഷം വരെയാണ്? 3 വർഷം വരെയാണ്. 3 വർഷത്തേക്കോ അല്ലെങ്കിൽ 70 വയസ്സ് പൂർത്തിയാക്കുന്നത് വരെയോ ഇവയിൽ ഏതാണ് ആദ്യം വരുന്നതെന്നുള്ളതാണ് കേട്ടോ. അപ്പം കാലാവധി 3 വർഷമാണ്. അടുത്ത ചോദ്യം, മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിലെ ഏത് നിയമപ്രകാരമാണ് ഓരോ സംസ്ഥാനത്തിനും ആ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കാവുന്നത്? അതായത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കേണ്ടുന്ന സെക്ഷൻ ഏതാണെന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? സെക്ഷൻ 21 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ രൂപീകരണം. പഠിച്ചു വെച്ചോളൂ. സെക്ഷൻ 21 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ രൂപീകരണം. അപ്പം ബാക്കിയുള്ള സെക്ഷൻസിലൂടെ നിന്ന് ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കുക. പരീക്ഷയ്ക്ക് ചിലപ്പം ചോദിച്ചാലോ. സെക്ഷൻ 18 എന്താണ്? അന്വേഷണ വിചാരണ വേളയിലോ ശേഷമോ ഉള്ള നടപടികൾ. അതായത് കേന്ദ്ര കമ്മീഷൻ്റെ, അതായത് മനുഷ്യാവകാശ കമ്മീഷൻ്റെ അന്വേഷണ വിചാരണ വേളയിലോ ശേഷമോ ഉള്ള നടപടിക്രമങ്ങളെക്കുറിച്ചാണ് സെക്ഷൻ 18 പറയുന്നത്. അടുത്ത സെക്ഷൻ 32 എന്താണ്? കേന്ദ്ര സർക്കാരിൻ്റെ ധനസഹായങ്ങൾ. അതായത് നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷന് നൽകുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ധനസഹായങ്ങളെ പറ്റി പറയുന്നതാണ് സെക്ഷൻ 32. ഇനി സെക്ഷൻ 40 എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയണം ചട്ടങ്ങൾ നിർമ്മിക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ അധികാരം. അതായത് ഈ കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷനിൽ ചട്ടങ്ങൾ നിർമ്മിക്കാനുള്ള, അതായത് കേന്ദ്ര സർക്കാരിന് ചട്ടങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരമാണ് സെക്ഷൻ 40 പറയുന്നത്. ക്ലിയർ ആണ്? അടുത്ത ചോദ്യം നോക്കാം. മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിലെ സെക്ഷൻ 28 പ്രകാരം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ആർക്കാണ്? ഇന്ത്യൻ രാഷ്ട്രപതിക്കാണോ? അല്ല. കേന്ദ്ര സർക്കാരിനാണോ? അല്ല. അതുപോലെ തന്നെ സംസ്ഥാന ഗവർണർക്കാണോ? അല്ല. പിന്നെ ആർക്കാണ്? സംസ്ഥാന സർക്കാരിനാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെച്ചോണം. നമുക്കെപ്പോഴും അത് നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാവുന്നൊരു ചോദ്യമാണ്. അതായത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് നൽകുന്നത് സംസ്ഥാന സർക്കാരിനും, അതുപോലെ തന്നെ കേന്ദ്ര അതായത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് നൽകുന്നത് കേന്ദ്ര സർക്കാരിനുമാണ്. സംസ്ഥാന സർക്കാരിനും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനുമാണ് നൽകുന്നത്. ക്ലിയർ ആണേ? അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം, സാധാരണ നിലയിൽ വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച അപേക്ഷയിൽ എത്ര ദിവസത്തിനകമാണ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ വിവരം നൽകണം എന്ന് പറയുന്നത്? അപ്പോൾ നമ്മളിത് പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് സാധാരണ നിലയിലാണ്. നോട്ട് ചെയ്തോണേ, പോയിന്റ് നോക്കിക്കോണേ. സാധാരണ നിലയിൽ വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച അപേക്ഷയിൽ എത്ര ദിവസത്തിനകം പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ വിവരം നൽകണമെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. അപേക്ഷ ലഭിച്ച് 30 ദിവസത്തിനകമാണ് സാധാരണ നിലയിൽ വിവരം നൽകേണ്ടത്. അപ്പോൾ പഠിച്ചു വെച്ചോണം. സാധാരണ നിലയിൽ വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച അപേക്ഷയിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ 30 ദിവസത്തിനകമാണ് വിവരം നൽകേണ്ടത്. 30 ദിവസമാണേ. പഠിച്ചു വെച്ചോണേ. അടുത്ത ചോദ്യം, വിവരാവകാശ നിയമം
അടുത്ത ചോദ്യം, വിവരാവകാശ നിയമം 2005 സെക്ഷൻ 2F എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ്? വിവരം എന്നതിനുള്ള നിർവചനമാണ് സെക്ഷൻ 2F പറയുന്നത് കേട്ടോ. അപ്പോൾ വിവരാവകാശ നിയമം 2005 സെക്ഷൻ 2F എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? വിവരം എന്നതിനുള്ള നിർവചനമാണ്. വിവരം എന്നതിൻ്റെ നിർവചനം ആണ്. ക്ലിയർ ആണ്? അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. ചുവടെ കൊടുത്ത പ്രസ്താവനകൾ പരിഗണിക്കുക. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന നോക്കാം. മൂന്നാം കക്ഷിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളെക്കുറിച്ചാണ് വിവരാവകാശ നിയമം 2005 സെക്ഷൻ 8 പ്രതിപാദിക്കുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഈ ഒരു പ്രസ്താവന ശരിയാണോ? ഒരിക്കലും ശരിയല്ല. എന്താണ്? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, വിവരാവകാശ നിയമം പഠിച്ചിട്ടുള്ളതാണ്. വിവരാവകാശ നിയമത്തിൻ്റെ സെക്ഷൻ 8 നമ്മൾ എന്താണ് പഠിച്ചിട്ടുള്ളത്? വിവരം വെളിപ്പെടുത്തുന്നതിൽ നിന്നുള്ള ഒഴിവാക്കലാണ്. അപ്പോൾ വിവരം വെളിപ്പെടുത്തുന്നതിനുള്ള ഒഴിവാക്കലാണ് സെക്ഷൻ 8 പറയുന്നത്. അപ്പം ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. വിവരാവകാശ നിയമപ്രകാരം മൂന്നാം കക്ഷി എന്നാൽ വിവരത്തിന് അപേക്ഷ നൽകുന്ന പൗരൻ എന്നാണ് അർത്ഥമാക്കുന്നത്. അതും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി ആണ്. രണ്ട് പ്രസ്താവനകളും തെറ്റാണ്. രണ്ടും തെറ്റാണ്, അഥവാ രണ്ട് പ്രസ്താവനകളും ഇവിടെ തെറ്റാണ് എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. വിവരാവകാശ നിയമം 2005 പ്രകാരം അപേക്ഷകന് ഫീസ് ഇല്ലാതെ വിവരം നൽകപ്പെടുന്നത് എന്തിനാണ്? അപ്പോൾ വിവരാവകാശ നിയമം 2005 പ്രകാരം അപേക്ഷകനും ഫീസ് ഇല്ലാതെ വിവരം നൽകുക, അതായത് ഫീസ് ഇല്ലാതെ വിവരം നൽകപ്പെടുന്നത് ഏതൊക്കെ സന്ദർഭത്തിലാണെന്നാണ് ഈ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. അപേക്ഷകൻ ഒരു BPL വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണ്. നമുക്കറിയാം BPL വിഭാഗത്തിൽപ്പെട്ട വ്യക്തികൾക്ക് വിവരാവകാശ നിയമത്തിന് അപേക്ഷിക്കുമ്പോൾ ഫീസ് ഇല്ല. അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. അപേക്ഷ നൽകി 30 ദിവസത്തിനുള്ളിൽ പൊതു അധികാരി വിവരങ്ങൾ നൽകുന്നതിൽ പരാജയപ്പെടുന്നിടത്ത്, അതും വരുന്നതാണ്. അപേക്ഷ നൽകി 30 ദിവസത്തിനുള്ളിൽ പൊതു അധികാരി വിവരങ്ങൾ നൽകുന്നതിൽ പരാജയപ്പെടുന്നിടത്തും എന്താണ്? ഫീസ് നൽകേണ്ടതില്ല. അതുപോലെ തന്നെ 45 ദിവസത്തിനുള്ളിൽ ഒരു അപ്പീൽ അധികാരി വിവരങ്ങൾ നൽകാൻ പരാജയപ്പെടുന്നിടത്ത് അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റാണ്. അതുപോലെ തന്നെ ഒരു പൊതു അധികാരി തെറ്റായ വിവരങ്ങൾ അപേക്ഷകന് നൽകുന്ന വേളയിലും അതും വരത്തില്ല. അപ്പം ഫീസ് ഇല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണ്? 1ഉം 2ഉമാണ് കേട്ടോ. 1ഉം 2ഉമാണ്. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. 1ഉം 2ഉം മാത്രമാണ്. അതായത് വിവരാവകാശ നിയമത്തിൽ അപേക്ഷകന് ഫീസ് ഇല്ലാതെ വിവരം നൽകപ്പെടുന്ന ഏതൊക്കെയാണ്? അപേക്ഷകൻ ഒരു BPL വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിൽ. രണ്ടേതാണ്? അപേക്ഷ നൽകി 30 ദിവസത്തിനുള്ളിൽ പൊതു അധികാരി വിവരങ്ങൾ നൽകുന്നതിൽ നിന്ന് പരാജയപ്പെടുന്നിടത്ത് പിന്നെ അപേക്ഷിക്കുമ്പോൾ ഫീസ് നൽകേണ്ടതില്ല എന്നാണ് പറയുന്നത്. ക്ലിയർ ആണ്? 1ഉം 2ഉം മാത്രം. അടുത്ത ചോദ്യം. വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 8 പ്രകാരം വിവരം വെളിപ്പെടുത്തൽ നിന്ന് ഒഴിവാക്കിയ ഉൾപ്പെടുന്നത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതാണെന്ന് നോക്കാം. വിദേശ സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വിവരം അതെന്താണ്? വിദേശ സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വിവരം അത് സെക്ഷൻ 8 പ്രകാരം എന്താണ്? ഒഴിവാക്കപ്പെട്ട വിവരങ്ങളാണ്. അതായത് അത് നമുക്കറിയാം. വിദേശ സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടുള്ള രഹസ്യ വിവരം നമ്മൾ അപേക്ഷ കൊടുത്ത് അറിയാൻ സാധിക്കുമോ? ഇല്ല. അപ്പം സെക്ഷൻ 8 പ്രകാരം വെളിപ്പെടുത്തൽ നിന്ന് ഒഴിവാക്കിയതാണ് വിദേശ സർക്കാരിൽ നിന്നുള്ള ലഭിച്ചിട്ടുള്ള രഹസ്യ വിവരം. അതുപോലെ തന്നെ അന്വേഷണത്തിൻ്റെയും കുറ്റവാളികളുടെ അറസ്റ്റിൻ്റെയോ പ്രോസിക്യൂഷൻ നടപടിക്രമത്തിൻ്റെ തടസ്സപ്പെടുത്തുമെന്നുള്ള വിവരവും അതും വരുന്നതാണ് കേട്ടോ. അതും രഹസ്യ സ്വഭാവമുള്ളൊരു വിവരമാണ്. അതായത് എന്താണ്? അന്വേഷണത്തിൻ്റെയും കുറ്റവാളികളുടെ അറസ്റ്റിൻ്റെയോ പ്രോസിക്യൂഷൻ നടപടിക്രമത്തിൻ്റെയൊക്കെ തടസ്സപ്പെടുത്തുമെന്നുള്ള ഉറപ്പുള്ള വിവരങ്ങൾ നമുക്ക് വിവരാവകാശ നിയമപ്രകാരം ലഭിക്കുന്നതല്ല. അത് സെക്ഷൻ 8 വരുന്നത്. വിവരം വെളിപ്പെടുത്തൽ നിന്ന് ഒഴിവാക്കിയ സന്ദർഭങ്ങളാണ് അത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം ഉൾപ്പെടുന്നു കേട്ടോ. ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം ഉൾപ്പെടുന്നു. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത നമ്മളൊരു ബാച്ച് തുടങ്ങാൻ പോവാണ്. കറണ്ട് അഫയേഴ്സ് ബാച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇനി വരുന്ന എല്ലാ പരീക്ഷകൾക്കും വേണ്ടിയുള്ളൊരു ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ടെലഗ്രാമിലാണ് നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടെലഗ്രാമിൽ ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സസ് ആയിരിക്കും. ഡെയിലി ലൈവ് ക്ലാസ്സസ് കാണും. ലൈവിൽ കയറാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റെക്കോർഡർ സെക്ഷൻ നമ്മുടെ ഗ്രൂപ്പിൽ ഇടുന്നതാണ്. അതുപോലെ തന്നെ PDF നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മോക്ക് ടെസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റിവിഷൻ ഓറിയൻറ്റഡ് ക്ലാസ് ആയിരിക്കും വരുന്നത്. അതുപോലെ തന്നെ കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ 200 രൂപ മാത്രമേ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ. അതുപോലെ തന്നെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഈ വരുന്ന ജനുവരി 25 മുതൽ, അതായത് നമ്മുടെ ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ പരീക്ഷ കഴിഞ്ഞതിന് ശേഷമുള്ള ഞായറാഴ്ച, അതായത് ഈ വരുന്ന ഞായറാഴ്ച മുതലാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വെറും 200 രൂപ മാത്രമേ ഉള്ളൂ. ഈ 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. ഞാൻ അഡ്മിഷൻ പ്രൊസീജിയർ പറഞ്ഞു തരുന്നതാണ്.
വരുന്നതാണ്. ഞാൻ നമ്പർ ഒന്നുകൂടെ പറയാം, 81 299 339 എന്നാണ് വാട്സപ്പ് നമ്പർ. ഡെയിലി 7:30 മുതലാണ്, ഞായറാഴ്ച മുതൽ വൈകുന്നേരം 7:30 മുതൽ 8:30 വരെ 1 ഹവർ ലൈവ് സെക്ഷൻ ക്ലാസ്സസ് ആയിരിക്കും വരുന്നത്. 1 ഹവർ ലൈവ് സെക്ഷൻ ക്ലാസ് ആയിരിക്കും വരുന്നത്, ഡെയിലി ക്ലാസ്സസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇനി വരുന്ന ഏതൊരു പരീക്ഷ, ഇനി നിരവധി പരീക്ഷകളാണ് നമുക്ക് മുമ്പിലുള്ളത്. അതായത് സിവിൽ പോലീസ് ഓഫീസർ, കമ്പനി ബോർഡ് LGS, വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്, അതുപോലെ തന്നെ ബെക്കോ LDC തുടങ്ങി നിരവധി പരീക്ഷകളാണ് വരുന്നത്. അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ പരീക്ഷകൾ വരുന്നതാണ്. അപ്പോൾ ഈ പരീക്ഷകൾക്കൊക്കെ വേണ്ടിയുള്ള ഒരു കറണ്ട് അഫയേഴ്സ് ബാച്ചാണ് വരുന്നത്. ഇത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമാവുന്ന കറണ്ട് അഫയർ ക്ലാസ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ വെറും 200 രൂപ മാത്രമേ ഉള്ളൂ. കാലാവധി 6 മാസം വരെയാണ് ഇത് യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പം താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഈ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. അതായത് കമൻറ്റ് ബോക്സിൽ, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഡീറ്റെയിൽസ് ഇട്ടേക്കാം. അതിൽ നിങ്ങൾ കയറി അപ്ലൈ ചെയ്യാൻ ഈ നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്താൽ മതി. എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പം വളരെ ഉപകാരപ്രദമാകുന്നതാണ്. താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യൻ്റെ വികാസത്തെ അടിസ്ഥാനപരമായി സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ജന്മവാസനകളാണെന്ന് സിദ്ധാന്തിച്ച മനഃശാസ്ത്രകാരൻ ആരാണ് എന്നുള്ളതാണ്. ആരാണ് ആ മനഃശാസ്ത്രകാരൻ ആരാണ്? ഒന്ന് ഊഹിച്ച് നോക്കിയാൽ നമ്മൾ പഠിച്ചതാണ്. ഏതാണ്? ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡാണ്. ഈ ഒരു സിദ്ധാന്തം നമ്മൾ പഠിച്ചതാണ്. എന്താണ്? മനോവിശേഷണ സിദ്ധാന്തത്തിൻ്റെ ഡെഫിനിഷനാണിത്. എന്താണ്? മനുഷ്യൻ്റെ വികാസത്തെ അടിസ്ഥാനപരമായി സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ജന്മവാസനകളാണെന്ന് സിദ്ധാന്തിച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡാണ്. ആ സിദ്ധാന്തം ഏതാണ്? മനോവിശേഷണ സിദ്ധാന്തമാണ്. ക്ലിയർ ആണേ? അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത എന്താണ്? അടുത്ത ചോദ്യം, നിത്യജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന സാമൂഹിക സാഹചര്യങ്ങളോട് പ്രതികരിക്കുക, ജനങ്ങളുമായി ഇടപഴകുക, ജനങ്ങളെ കൈകാര്യം ചെയ്യുക തുടങ്ങിയ കഴിവുകൾ പ്രയോഗിക്കാൻ താഴെ പറയുന്നവൽ ഏതാണ് ആവശ്യമാവുക എന്നുള്ളതാണ്. ഞാൻ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. നിത്യജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന സാമൂഹിക സാഹചര്യങ്ങളോട് പ്രതികരിക്കുക, അതുപോലെ തന്നെ ജനങ്ങളുമായി ഇടപെടുക, ജനങ്ങളെ കൈകാര്യം ചെയ്യുക തുടങ്ങിയ കഴിവുകൾ പ്രയോഗിക്കാൻ താഴെ പറയുന്നവയിൽ ഏതാണ് ആവശ്യമാകുക എന്നുള്ളതാണ്. നമുക്ക് ഓപ്ഷൻസ് നോക്കിയാൽ എന്താണ്? വൈകാരിക ബുദ്ധിയാണോ? അല്ല. വ്യക്തിയന്തര ബുദ്ധിയാണോ? അല്ല. പിന്നെന്താണ്? ഭാഷാപരമായ ബുദ്ധിയും വരും, പക്ഷേ എന്നാലും ഭാഷാപരമായ ബുദ്ധിയാണോ വരുന്നത്? പിന്നെ എന്താണ് വരുന്നത്? ഇവിടെ എന്താണ്? ജനങ്ങളോട് പ്രതികരിക്കുക, ജനങ്ങളുമായി ഇടപെടുക, ജനങ്ങളെ കൈകാര്യം ചെയ്യുക. അപ്പോൾ സാമൂഹിക ബുദ്ധിയാണ് അവിടെ വേണ്ടത് കേട്ടോ. സാമൂഹിക ബുദ്ധിയാണ് അവിടെ വേണ്ടത്. ക്ലിയർ ആണ്? അടുത്ത ചോദ്യം, പൊതുവഴിയിലൂടെ നടന്നു പോകുന്ന ഒരാൾക്ക് വഴിയിൽ നിന്നും ഒരു സ്വർണ്ണമാല കിട്ടുന്നു. ആ മാല തൻ്റേതല്ല എന്നും അതിൻ്റെ യഥാർത്ഥ അവകാശിയിലെത്താനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും അയാളെ പ്രേരിപ്പിക്കുന്ന വ്യക്തിത്വത്തിൻ്റെ ഘടകം ഏതാണെന്നുള്ളത് നമ്മൾ പഠിച്ചതാണ്. വ്യക്തിത്വത്തിൻ്റെ ഘടകങ്ങൾ നമ്മൾ പഠിച്ചതാണ്. ഈഗോ, സൂപ്പർ ഈഗോ ഒക്കെ നമ്മൾ പഠിച്ചതാണ്. വ്യക്തിത്വത്തിൻ്റെ ഘടകങ്ങളായിട്ട് പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? പൊതുവഴിയിലൂടെ നടന്നു പോകുന്ന ഒരാൾക്ക് വഴിയിൽ നിന്നൊരു സ്വർണ്ണമാല കിട്ടുന്നു. ആ മാല തൻ്റേതല്ല എന്നും അതിൻ്റെ യഥാർത്ഥ അവകാശിയിലെത്താനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും അയാളെ പ്രേരിപ്പിക്കുന്ന വ്യക്തിത്വത്തിൻ്റെ ഘടകം ഏതാണ് എന്നുള്ളതാണ് നമ്മൾ പഠിച്ചതാണ്. ഏതാണ്? സൂപ്പർ ഈഗോയാണ് കേട്ടോ. സൂപ്പർ ഈഗോ ആണ്. ഓപ്ഷൻ സി സൂപ്പർ ഈഗോ ആണ്. സൂപ്പർ ഈഗോ എന്തോടെ? സൂപ്പർ ഈഗോ എന്തോ? അത്യാഹം എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യ മനസ്സിലെ ഈഗോയുടെ പരിണിത രൂപമാണ് സൂപ്പർ ഈഗോ. അതായത് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പഠിച്ചതാണ്. സാമൂഹിക യാഥാർത്ഥ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈഗോയ്ക്കുണ്ടാകുന്ന അനുഭവങ്ങളിൽ നിന്ന് വികസിക്കുന്നതാണ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്? സാമൂഹിക നന്മയെ ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനമാണ് സൂപ്പർ ഈഗോ. സാമൂഹിക നന്മയെ ലക്ഷ്യം വെച്ചിട്ടുള്ള പ്രവർത്തനമാണ്. അതുപോലെ തന്നെ പരിപൂർണത, പെർഫെക്ഷന് വേണ്ടിയുള്ള പ്രവർത്തനം കൂടിയാണ് സൂപ്പർ ഈഗോ. അതുപോലെ തന്നെ സൂപ്പർ ഈഗോ വേറെ എന്തുവാണ്? മനുഷ്യൻ്റെ മനസ്സിനുള്ളിലെ ശരിയും തെറ്റും നിയന്ത്രിക്കുന്നത് സൂപ്പർ ഈഗോയാണ്. അതുപോലെ തന്നെ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈഗോയ്ക്കുണ്ടാകുന്ന അനുഭവങ്ങളിൽ നിന്ന് വികസിക്കുന്നതാണ് സൂപ്പർ ഈഗോ കേട്ടോ. അപ്പോൾ അത് പഠിച്ചു നോക്കണേ. സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് വേറൊരു പ്രിൻസിപ്പിൾ ഓഫ് മൊറാലിറ്റി എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രിൻസിപ്പിൾ ഓഫ് മൊറാലിറ്റി അതായത് എന്താണ്?
സന്മാർഗിക തത്വം. സൂപ്പർ ഈഗോ സന്മാർഗിക തത്വം. അതുപോലെ തന്നെ നമ്മൾ ഈദ് പഠിച്ചതാണ്. ഈദ് എന്താണ്? സുഖതത്വം, പ്രിൻസിപ്പിൾ ഓഫ് പ്ലഷർ. നമ്മുടെ സുഖത്തിന് വേണ്ടി ചെയ്യുന്നതാണ് ഈദ്, സുഖതത്വം അഥവാ പ്രിൻസിപ്പിൾ ഓഫ് പ്ലഷർ. അതുപോലെ തന്നെ ഈഗോ നമ്മൾ പഠിച്ചതാണ്. എന്താണ്? യാഥാർത്ഥ്യ തത്വം, പ്രിൻസിപ്പിൾ ഓഫ് റിയാലിറ്റി ആണ് ഈഗോ കേട്ടോ. യാഥാർത്ഥ്യ തത്വം അഥവാ പ്രിൻസിപ്പിൾ ഓഫ് റിയാലിറ്റി ആണ് ഈഗോ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഒരു കീഴ് ജീവനക്കാരൻ തനിക്കുണ്ടായ പിഴവിന് കാരണം മേലുദ്യോഗസ്ഥനാണെന്ന് ഉറപ്പിച്ചു പറയുന്നു. എൻ്റെ വീഴ്ചയെ ന്യായീകരിക്കാനുള്ള ഒരു തന്ത്രമാണിത്. ഇത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? നല്ലൊരു ചോദ്യമാണ്. ഞാൻ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. ഒരു കീഴ് ജീവനക്കാരൻ തനിക്കുണ്ടായ പിഴവിന് കാരണം മേൽ ഉദ്യോഗസ്ഥനാണെന്ന് ഉറപ്പിച്ചു പറയുന്നു. എൻ്റെ വീഴ്ചയെ ന്യായീകരിക്കാനുള്ള ഒരു തന്ത്രമാണിത്. ഇത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത് എന്നുള്ളതാണ്. ഞാൻ ആൻസർ പറയാം. ഓപ്ഷൻ സി, പ്രൊജക്ഷൻ ആണ് ആൻസർ കിട്ടുന്നത്. പ്രൊജക്ഷൻ കേട്ടോ. അപ്പോൾ പ്രൊജക്ഷൻ എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കണം, അത് ഞാൻ പറയാം. പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാളം അറിഞ്ഞിരിക്കണം. പ്രക്ഷേപണമാണ് പ്രൊജക്ഷൻ. അതായത് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് സ്വന്തം പോരായ്മകൾ മറയ്ക്കാനായി മറ്റുള്ളവരിൽ തെറ്റുകൾ ആരോപിക്കുന്നതാണ് പ്രക്ഷേപണം അഥവാ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ആ ഒരു പ്രൊജക്ഷൻ തന്നെ ഇവിടെ പറയുന്നത്. അതായത് ഈ ഒരു കീഴ് ജീവനക്കാരൻ അയാൾക്കുണ്ടായ ഒരു പിഴവിന് കാരണം മേലുദ്യോഗസ്ഥനാണെന്ന് ഉറപ്പിച്ചു വരുന്നു. എൻ്റെ വീഴ്ച, അതായത് അയാളുടെ വീഴ്ചയെ ന്യായീകരിക്കാനുള്ള തന്ത്രമാണ്. മറ്റുള്ള ഒരാളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന ഒരു തന്ത്രമാണ്. അതാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. പ്രൊജക്ഷൻ അഥവാ പ്രക്ഷേപണം. അതായത് എന്താണ്? സ്വന്തം പോരായ്മകൾ മറയ്ക്കാനായി മറ്റുള്ളവരിൽ തെറ്റുകൾ ആരോപിക്കുന്നതാണ് പ്രൊജക്ഷൻ അഥവാ പ്രക്ഷേപണം. അപ്പോൾ ബാക്കിയുള്ളതോടെ നമുക്ക് നോക്കാം ഓപ്ഷൻസൂടെ. റിപ്രഷൻ എന്ന് പറഞ്ഞാൽ ദമനം. റിപ്രഷൻ അഥവാ ദമനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദനാജനകമായ അനുഭവങ്ങളും മാനസിക സംഘർഷങ്ങളും സാക്ഷാത്കരിക്കാനാവാതെ ആഗ്രഹങ്ങളും അബോധ മനസ്സിലേക്ക് തള്ളിവിടുന്ന പ്രക്രിയയാണ് ദമനം അഥവാ റിപ്രഷൻ എന്ന് പറഞ്ഞാൽ. ഞാൻ ഒന്നുകൂടെ പറയാം. വേദനാജനകമായ അനുഭവങ്ങളും മാനസിക സംഘർഷങ്ങളും സാക്ഷാത്കരിക്കാനാകാത്ത ആഗ്രഹങ്ങളും അബോധ മനസ്സിലേക്ക് തള്ളിവിടുന്ന പ്രക്രിയയാണ് റിപ്രഷൻ അഥവാ ദമനം എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത റിഗ്രഷൻ എന്താണെന്ന് നോക്കാം. റിഗ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശ്ചാത്ഗമനമാണ്. അതായത് ഒരു വ്യക്തിക്ക് മുൻപ് ലഭിച്ചിരുന്ന അംഗീകാരം ലഭിക്കാതെ വരുമ്പോൾ അത് നേടിയെടുക്കാനായി വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോകുന്നതാണ് പശ്ചാത്ഗമനം അഥവാ റിഗ്രഷൻ. അപ്പോൾ എന്താണ് പശ്ചാത്ഗമനം അഥവാ റിഗ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് മുൻപ് ലഭിച്ചിരുന്ന അംഗീകാരം ലഭിക്കാതെ വരുമ്പോൾ അത് നേടിയെടുക്കാനായി വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോകുന്നതാണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. അടുത്തതിന് എന്താണ്? റീപ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്താണ് റീപ്ലേസ്മെൻറ്റോട് ഉള്ളതെന്ന് നോക്കാം. ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. പ്രേരകത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം മറച്ചുവെച്ച് പ്രതിപ്രവർത്തിക്കുന്ന സ്വഭാവമാണ് ആദേശം ചെയ്യൽ അഥവാ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. അതായത് ഉദാഹരണം എന്ന് പറയുന്നത് മക്കളോടുള്ള ദേഷ്യം അധ്യാപകർ ചിലപ്പോൾ തങ്ങളുടെ വിദ്യാർത്ഥികളിൽ തീർക്കുന്നു കേട്ടോ. അപ്പോൾ പഠിച്ചു വെച്ചോണം. ഡിസ്പ്ലേസ്മെൻ്റ് എന്താണ്? ഈ ഒരു ഉദാഹരണം പരീക്ഷയ്ക്ക് ചോദിക്കാം, പഠിച്ചു വെച്ചോളൂ. ഡിസ്പ്ലേസ്മെൻ്റ് എന്താണ്? പ്രേരകത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം മറച്ചുവെച്ച് പ്രതിപ്രവർത്തിക്കുന്ന സ്വഭാവമാണ് ആദേശം ചെയ്യൽ അഥവാ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. എന്താണ് ഉദാഹരണം? എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ? മക്കളോടുള്ള ദേഷ്യം അധ്യാപകർ ചിലപ്പോൾ തങ്ങളുടെ വിദ്യാർത്ഥികളിൽ തീർക്കുന്നു. അതായത് പ്രേരകത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം മറച്ചു വെച്ച് പ്രതിപ്രവർത്തിക്കുന്ന സ്വഭാവമാണ് ആദേശം ചെയ്യൽ അഥവാ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാമല്ലോ, ചില അധ്യാപകർ എന്താണ് മക്കളോടുള്ള ദേഷ്യം അധ്യാപകർ ചിലപ്പോൾ എന്താണ് തങ്ങളുടെ വിദ്യാർത്ഥികളിൽ തീർക്കുന്നു എന്നാണ് അതിൻ്റെ ഉദാഹരണമായിട്ട് വരുന്നത്. പഠിച്ചു വെച്ചോണേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബുദ്ധി എന്നത് ഒരൊറ്റ പൊതു കഴിവല്ല, മറിച്ച് വ്യത്യസ്തമായതും പരസ്പര ബന്ധമില്ലാത്ത കഴിവുകളുടെ ഒരു ശേഖരമാണെന്ന് വാദിക്കുന്ന ബഹുവിധ ബുദ്ധി സിദ്ധാന്തം അഥവാ തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് വികസിപ്പിച്ചെടുത്ത മനഃശാസ്ത്രജ്ഞൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഹോവാർഡ് ഗാർഡനർ ആണ് കേട്ടോ. അപ്പം ബഹുവിധ ബുദ്ധി സിദ്ധാന്തം അഥവാ തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിൻ്റെ വികസിപ്പിച്ചെടുത്ത മനഃശാസ്ത്രജ്ഞൻ ആരാണ്? ഹോവാർഡ് ഗാർഡനർ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ മോഡൽ ക്വസ്റ്റ്യൻ 1 എന്ന് പറയുന്നത്. ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ ഒരു 7-8 സെറ്റോളം നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻസ് ഇതിൽ നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. സ്പെഷ്യൽ ടോപ്പിക്സിൽ 20 മാർക്ക് ലഭിക്കത്തക്ക രീതിയിലുള്ള മോഡൽ ക്വസ്റ്റ്യൻസിൻ്റെ ഹെൽപ്പ് എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് എൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പം ഇനി വരും ദിവസങ്ങളിൽ ബാക്കിയുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് നമ്മൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യുക. അതുപോലെ ബാക്കി കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ഹൈപ്പ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ പുതിയൊരു ക്ലാസ്സും പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്. താങ്ക് യു ഓൾ.